ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ക്ലബ്ബില് രാവിലെ മുതൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെ ഇപ്പൊ നടക്കാൻ പോവാണെങ്കിൽ നടക്കുമ്പോ തൊട്ടേ അങ്ങ് ചിരിക്കുവോ? നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്നു. അപ്പൊ എതിരെ ഒരു അപരിചിതൻ നമുക്ക് എതിരെ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും വിചാരിക്കണ്ട, ഒന്നും നോക്കണ്ട, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അങ്ങ് ചിരിച്ചേക്കുക. എന്നിട്ട് നമ്മൾ പാസ് ചെയ്ത് പോകും. പോയി കഴിയുമ്പോൾ നമുക്കെതിരെ വന്ന അപരിചിതൻ ചിന്തിക്കും, എടാ ആ ഊള എന്തിനാണ് എന്നെ നോക്കി ചിരിച്ചത് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്താമണ്ഡലത്തിൽ ഒരു ചിന്ത ഉണ്ടാകും. അത് അദ്ദേഹം ഒരു ദിവസം മുഴുവൻ, അന്ന് വൈകുന്നേരം മുഴുവൻ അദ്ദേഹം ആ ചിന്ത ചിന്തിക്കും. എന്തിന് ഞാൻ ഒരു അപരിചിതൻ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ നാളെ അദ്ദേഹവും ഇത് തുടരും. ഇദ്ദേഹം വേറെ തന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. അങ്ങനെ ഈ ലോകം മുഴുവൻ ചിരി പടർത്തുക എന്നതാണ് ചിരിപ്പുരൻ രവിയുടെ ഉദ്ദേശ ലക്ഷ്യം. എന്തും പറഞ്ഞോട്ടെ, അതിനൊന്നും നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ചിരിക്കുക. അങ്ങനെ അത് ബാക്കിയുള്ളവർക്ക് ഒരു ചിരി പകർന്നു കൊടുത്തൊരു നെറ്റ്വർക്കിംഗ് പോലെ, അതായത് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ പോസിറ്റീവ് വൈബ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ. ഇത് എന്റെ ക്ലബിലെ മെമ്പേഴ്സ് ആണ്. പേരും കൂടെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് ഇന്ദു ഗോപൻ. ഓ, ഇന്ദു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇദ്ദേഹം എന്റെ ക്ലബിൽ വരുമ്പോൾ ഇദ്ദേഹം വളരെ ക്രൂരനായിരുന്നു. വളരെ ക്രൂരമായ ഒരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ചിരിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഇറച്ചിവിട്ടായിരുന്നു. ഇറച്ചിവിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആടുമാടുകളെ കൂടാത്തിലോ അല്ലെങ്കിൽ കൂടത്തിലൊക്കെ അടിച്ചല്ലേ കൊല്ലുന്നത്? ഇദ്ദേഹത്തിന്റെ രീതി അങ്ങനെയല്ലായിരുന്നു. പുറംകാലിന് അടിച്ചാണ് ഈ ആടുമാടുകളെ കൊന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് കത്തി ഉപയോഗിച്ചല്ലേ ഈ ഇറച്ചി നമ്മൾ വെട്ടാറുള്ളത്. കത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചല്ലേ. ഇത് അങ്ങനെയല്ല, നഖം വളർത്തിയിട്ട് വളരെ ക്രൂരമായി നഖം ഉപയോഗിച്ച് ഇറച്ചി വലിച്ചു പറിച്ച് എടുത്തിട്ട് വീടുകളിൽ കൊണ്ട് വിൽക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ക്രൂരമായ സ്വഭാവമുള്ള അദ്ദേഹത്തിനെ ഞാൻ മാറ്റിയെടുത്തു. എന്റെ ചിരി ക്ലബിലൂടെ ഞാൻ അദ്ദേഹം നേരാണോ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. നേരാണോ? അത് സത്യമാണ്.